കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടകര മുനിസിപ്പൽ ബ്ലോക്ക് 33-ാം വാർഷിക സമ്മേളനം പി.കെ. പാലൻ മാസ്റ്റർ നഗറിൽ നടന്നു. പുതുപ്പണം യൂണിവേഴ്സിറ്റി സെന്ററിൽ നടന്ന പരിപാടി കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.എം. ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അനുശോചന പ്രമേയം പാസാക്കിയപ്പോൾ നമ്മൾ എന്താണ് പെൻഷൻകാരെന്നാൽ എന്താണെന്ന് പറയാതെ പറയുന്നതായിരുന്നു അനുശോചന പ്രമേയം. അതിലാരേക്കാണ് നമ്മൾ അനുസ്മരിച്ചത്? നാനാതുറകളിൽപ്പെട്ട ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട നമ്മെ വിട്ടുപിരിഞ്ഞു പോയ, അല്ലെങ്കിൽ ഈ ദേശത്തെ വിട്ടുപിരിഞ്ഞ, ഈ ലോകം വിട്ടുപോയ ഒട്ടനവധി ആളുകൾ, പെൻഷൻകാർ ഉൾപ്പെടെയുള്ള പെൻഷൻകാരുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ലാത്ത ഒട്ടനവധി ആളുകളും അറിയപ്പെടുന്നവരും അറിയാത്തവരുമായ ഈ ലോകം വിട്ടുപോയവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനം തുടങ്ങിയത് തന്നെ. അപ്പം അതിൽ നിന്ന് തന്നെ നമ്മുടെ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ചടങ്ങിൽ മോഹനൻ ടി.കെ. സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് ടി. രവി അധ്യക്ഷനായി. കെ. ചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എം.പി. കുഞ്ഞികൃഷ്ണൻ മാസിക അവാർഡ് ദാനം നിർവഹിച്ചു. ആശംസകൾ നേർന്ന് എം. ചക്കായി, ടി. ഭാസ്കരൻ, പി. സുധ, കെ. വി. ശശിധരൻ, എൻ.പി. സുഗതകുമാരി, ടി. രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. പി.കെ. ദാമു സംഘടനാ റിപ്പോർട്ടും പി.കെ. നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. 2025-26 ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ കൌൺസിൽ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റി അംഗം N.K. ബാലകൃഷ്ണൻ വരണാധികാരിയായി. വി.കെ. മുരളീധരൻ പ്രമേയം അവതരിപ്പിച്ചു. പുതുപ്പണം യൂണിറ്റ് സെക്രട്ടറി C.K. ഗംഗാധരൻ നന്ദി രേഖപ്പെടുത്തി. പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ പെൻഷൻകാർക്കെതിരായി അല്ലെങ്കിൽ പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ്, ആ പ്രതിഷേധത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. 3 വർഷക്കാലമായി കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെയും DA മുതലായ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചുകൊണ്ടും ശമ്പള പെൻഷൻ പരിഷ്കരണങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് നീങ്ങുന്ന ഈ ഗവൺമെൻറ് നയത്തിന് എതിരായി ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു നല്ല വിഭാഗം ആളുകളുള്ള, നാമമാത്രമായ പെൻഷൻകാരുള്ള ഒരുപാടുള്ള ഈ സമൂഹത്തിൽ അവരെ അവഗണിക്കുന്നതിൽ പ്രതിഷേധം ശക്തമായ അമർഷത്തോടു കൂടി